പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരാഴ്ചകളിലും മുടക്കം കൂടാതെ ഹാർവസ്റ്റ് ടി വിയിൽ കൂടെ ദൈവശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ ഓർത്ത് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. യൂട്യൂബിലും വിവിധ മാധ്യമങ്ങളിൽ കൂടെ ദൈവശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം നമ്മുടെ ജീവിതത്തെ ഉറപ്പിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് നമ്മെ കൊണ്ടുവന്ന് എത്തിക്കുന്നതും ദൈവത്തിൻ്റെ വചനമാണ്. വചനമയക്കുമ്പോൾ നമുക്ക് സൗഖ്യങ്ങൾ ഉണ്ടാകുന്നു. വചനമയക്കുമ്പോൾ ദൈവികമായ ആലോചനകൾ ഉണ്ടാകുന്നു. വചനമയച്ച് ദൈവം നമ്മെ വിടുവിക്കുന്നു. ഈ പകൽക്കാലം വളരെ ശ്രദ്ധയോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിന് നാം ഒരുക്കത്തോടു കൂടെ കാത്തിരിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുമാറാകട്ടെ. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് ഈ ഓരോ വാക്കുകൾക്കും അർത്ഥമുണ്ട്. ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. എന്നാൽ ഇവിടെ ഞാൻ ഈ പകൽക്കാലം സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവഹിതം മനസ്സിലാക്കുക. ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയണം. ദൈവത്തിൻ്റെ പൂർണ്ണമായ ഹിതം ഓരോ ജീവിതങ്ങളിലും മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പലപ്പോഴും ദൈവ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമെന്ന് നാം പ്രാർത്ഥിക്കാറുണ്ട്. ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കണം. ദൈവ ഇഷ്ടം ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്നതെന്ന് പറയുന്നത്. ദൈവം നമ്മളിൽ പ്രസാദിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നാം ചെയ്യുന്ന പ്രവൃത്തികളിൽ സന്തോഷിക്കണം. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറയുവാനിടയായി. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം നാം പരിശോധിക്കുമ്പോൾ, നട്ടുച്ച നേരത്ത് കിണറിൻ്റെ തീരത്തിരുന്ന് വെള്ളത്തിനായി ദാഹിക്കുന്ന ഒരു കർത്താവ്, യേശുവിനെ ആഹാരം മേടിക്കുവാൻ ശിഷ്യന്മാർ പട്ടണത്തിൽ പോയി ആഹാര പദാർത്ഥങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് വരുമ്പോൾ കർത്താവ് യേശു അവരോട് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എനിക്ക് ഏറെ ഇഷ്ടം. അതെ പ്രിയപ്പെട്ടവരെ, ദൈവ ഇഷ്ടം ചെയ്യണം. ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നടക്കണം. ദൈവ ഇഷ്ടം ഓരോ ദിവസങ്ങളിലും സംഭവിക്കുവാൻ നാം ആഗ്രഹിക്കണം. ദൈവഹിതം എങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും? ആമേൻ. 66 പുസ്തകങ്ങളുള്ള 66 മനോഹരമായ പുസ്തകങ്ങളുള്ള ഒരു വേദപുസ്തകത്തെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ 66 പുസ്തകങ്ങളിലും നാം വായിക്കുമ്പോൾ ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ ഹിതം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രവാചകന്മാരിലൂടെ ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവം നമുക്ക് മനസ്സിലാക്കി തരുന്നു. അങ്ങനെ പറയുമ്പോൾ കള്ളപ്രവാചകന്മാരുണ്ട്, നല്ല പ്രവാചകന്മാരുണ്ട്. പലപ്പോഴും കള്ളപ്രവാചകന്മാരെ കുറിച്ച് കേട്ടത് കൊണ്ട് ഒരുപാട് നാം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് നല്ല പ്രവാചകന്മാർ ഈ കാലഘട്ടത്തിൽ അത് മറക്കപ്പെട്ടു പോവുകയാണ്. ഇല്ലെങ്കിൽ പ്രവചനത്തെ തുച്ഛീകരിക്കരുതെന്നാണ് ദൈവവചനം പറയുന്നത്. പ്രവചനം സത്യമാണ്. ദൈവവചനത്തിൽ കൂടെ പ്രവാചകന്മാർ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. നല്ല പ്രവാചകന്മാർ ഇന്നുമുണ്ട്. ദൈവത്തിൻ്റെ വചനത്തെ അതുപോലെ തന്നെ അടിവരയിട്ട് പറയുന്ന പ്രവാചകന്മാരിൽ കൂടെ ദൈവത്തിൻ്റെ ഹിതം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പരിശുദ്ധാത്മാവിൽ കൂടെ ദൈവഹിതം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സ്വപ്നങ്ങൾ, വെളിപ്പാടുകൾ, ദർശനങ്ങളിലൂടെ ദൈവത്തിൻ്റെ ഹിതം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. പ്രാർത്ഥനയിൽ കൂടെ ദൈവത്തിൻ്റെ ഹിതം ദൈവം നമുക്ക് മനസ്സിലാക്കി തരും. ദൈവ ശബ്ദം കേൾക്കുമ്പോൾ ദൈവഹിതം ഇന്നതെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. ദൈവത്തിൻ്റെ ഹിതമെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിപൂർണമായ ഹിതവുമുണ്ട്, ദൈവം അനുവദിക്കുന്ന ദൈവഹിതവുമുണ്ട്. പലപ്പോഴും പരിപൂർണമായ ദൈവഹിതം നാം തിരിച്ചറിയാതെ പോവുകയാണ്. പരിപൂർണമായ ദൈവഹിതം അറിഞ്ഞ് ആ അനുഭവത്തിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ ജീവിതം വളരെ അനുഗ്രഹമായി തീരും. പലപ്പോഴും നാം ചിന്തിക്കുന്നത് നമ്മുടെ ഇഷ്ടപ്രകാരം ദൈവം കടന്നു വരണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. അല്ല പ്രിയപ്പെട്ടവരെ, ദൈവ ഇഷ്ടത്തിന് നമ്മെ സമർപ്പിക്കുക. ദൈവം പറയുന്ന സ്ഥലത്തേക്ക് പോകണം. God's man is doing God's work in God's place, never lacks
ഗാഡ്സ് സപ്പോർട്ട് എന്നാണ് ചൈനയിൽ ദൈവത്തിൻ്റെ അതിമനോഹരമായ വേല ചെയ്ത ഹഡ്സൺ ടൈലർ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തൻ പറയുന്നത്. അത് ദൈവത്തിൻ്റെ പുരുഷൻ, ദൈവത്താൽ അയക്കപ്പെട്ട, ദൈവം ഏർപ്പെടുത്തിയ ദൈവസ്ഥലത്ത് അവൻ ശുശ്രൂഷ ചെയ്യുന്നു എങ്കിൽ ഒരിക്കലും ദൈവത്തിൻ്റെ സംരക്ഷണം, ദൈവത്തിൻ്റെ കരം കുരുകി പോകത്തില്ല. അതെ, നാം ദൈവ ഇഷ്ടം ചെയ്യുന്നവരായി തീരണം. വേദപുസ്തകത്തിൽ നിന്ന് 2 വ്യക്തികളെ ഈ പകൽക്കാലം പരിചയപ്പെടുത്തി ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി ജോന എന്ന് പറയുന്ന മഹാപ്രവാചകനായ ഒരു മനുഷ്യൻ. അവനെക്കുറിച്ച് ജോനയുടെ പുസ്തകം 1-ാം അധ്യായം 14-15 വാക്യങ്ങൾ. അയ്യോ യഹോവേ, അയ്യോ യഹോവേ, ഈ മനുഷ്യന്റെ ജീവൻ നിമിത്തം, ഈ മനുഷ്യന്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിച്ചു പോകരുതേ, ഞങ്ങൾ നശിച്ചു പോകരുതേ. നിർദോഷ രക്തം ചൊരിയിച്ച കുറ്റം ഞങ്ങളുടെ മേൽ വരുത്തരുതേ, നിർദോഷ രക്തം ചൊരിയിച്ച കുറ്റം ഞങ്ങളുടെ മേൽ വരുത്തരുതേ. യഹോവേ, നിനക്ക് ഇഷ്ടമായതുപോലെ, യഹോവേ, നിനക്ക് ഇഷ്ടമായതുപോലെ നീ ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അവർ യോനയെ എടുത്ത് സമുദ്രത്തിൽ ഇട്ടുകളയുകയും സമുദ്രത്തിന്റെ കോപം അടങ്ങുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, എത്ര ഭയങ്കരമായ ഒരു സംഭവമാണ്. ഒരു കപ്പൽ യാത്രയാണ്. ഈ യാത്രയിൽ പോകുന്ന ഭൂരിപക്ഷം പേരും രക്ഷിക്കപ്പെട്ടവരെന്ന് പറയുവാൻ കഴിയത്തില്ല. അവരവർ തങ്ങളുടെ ദൈവത്തെ നോക്കി വിളിച്ചെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ കപ്പലിൽ യാത്ര ചെയ്യുന്ന ഒരു പ്രവാചകനായ മനുഷ്യൻ, ദൈവത്തോട് നല്ല ബന്ധമുള്ളതായ ഒരു മനുഷ്യൻ, എന്നാൽ അവൻ്റെ സ്ഥിതിയാണ് ഇവിടെ പറയപ്പെട്ടത്. ആ കപ്പലിൽ യാത്ര ചെയ്ത യാത്രകന്മാരെല്ലാം ഒരുമിച്ച് കൂടി അവർ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, കുറ്റമില്ലാത്ത രക്തത്തെ ചൊരിഞ്ഞ ആ രക്തപാതകക്കര ഞങ്ങളുടെ മേൽ വരരുതേ കർത്താവേ എന്ന് പറഞ്ഞ് യോനയെടുത്ത് കടലിലേക്ക് അവർ എറിയുവാനിടയായി. ദൈവഹിതം കടലിലിടേണ്ടത് എന്നാണെങ്കിൽ ഞങ്ങൾ അവനെ കടലിലേക്ക് എറിയാമെന്ന് പറഞ്ഞ് കടലിലേക്ക് എറിയുവാനിടയായി. എന്താ ഇവിടെ സംഭവിച്ചത്? ജോന പിന്മാറ്റക്കാരനാണോ? യോന എന്ന് പറയുന്ന ആയ മനുഷ്യൻ ദൈവത്തെ അറിയാത്തവനാണോ? യോനയുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? യോനയുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ മനോഹരമായ യോനയെക്കുറിച്ച് ദൈവം പറയുന്ന വാക്കുകളുണ്ട്. അമിത്തായുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ. അങ്ങനെയെങ്കിൽ ജോന ആരുടെ മകൻ എന്ന് പറയപ്പെട്ടിരിക്കുന്നു? യോനയോട് ദൈവം സംസാരിക്കും. ദൈവ ശബ്ദം കേൾക്കുന്ന ഒരു പ്രവാചകനാണ് യോന. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം കേൾക്കുന്ന എത്ര പേർ സ്പഷ്ടമായി ദൈവശബ്ദം കേട്ടിട്ടുണ്ട്? എന്നാൽ യോന വളരെ വ്യക്തമായി, വ്യക്തിപരമായി ദൈവ ശബ്ദം കേൾക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അവൻ ദൈവത്തെ അന്വേഷിക്കുന്നവനായിരുന്നു. തുടർന്ന് ആ വാക്യം വായിച്ചാട്ടെ. നീ പുറപ്പെട്ട് മഹാനഗരമായ നിനിവേയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക. അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു എന്ന് കർത്താവ് പറയുകയാണ്. ഈ യോനയെ കുറിച്ച് ഇവിടെ വളരെ അർത്ഥവത്തായ ചില സംഭവങ്ങൾ ദൈവം പറയുകയാണ്. ഈ യോന ദൈവത്തോട് നടക്കുന്ന മനുഷ്യനാണ്. യോന ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനായിരുന്നു. ദൈവത്തിൻ്റെ പ്രവാചകനായി അവൻ ഇരുന്നു. ദൈവം അവനെ വിശ്വസിച്ചു, അല്ലെങ്കിൽ ദൈവം അവനെ ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്. യോനയെ ഏൽപ്പിച്ചാൽ എൻ്റെ ദൗത്യം ചെയ്യും എന്നുള്ള വിശ്വാസം ദൈവത്തിന് യോനയെ കുറിച്ചുണ്ടായിരുന്നു. യോന നല്ല ശക്തമായ ഒരു പ്രവാചകൻ മാത്രമല്ല, ദൈവത്തിൻ്റെ വചനത്തെ പ്രസംഗിക്കുന്ന മനുഷ്യനായിരുന്നു. ഇന്നത്തെ സ്ഥിതിയിൽ പറഞ്ഞാൽ മാനസാന്തരത്തിന് വേണ്ടി പ്രസംഗിക്കുന്ന ഒരു പ്രാസംഗികനായി യോന ഉണ്ടായിരുന്നു. യോനയെ കുറിച്ച് ദൈവത്തിന് വളരെ വിശ്വാസമുണ്ടായിരുന്നു. ഇവൻ പോയി നിനിവയിൽ പ്രസംഗിച്ചാൽ ആ പ്രസംഗ മുഖാന്തരം ജനം രക്ഷിക്കപ്പെടും, ജനം വിടുവിക്കപ്പെടും. ഓരോ ദിവസവും ദൈവപാദപീഠത്തിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇന്നലെ വരെ ദൈവഹിതം ചെയ്യുന്ന ഒരു മനുഷ്യൻ, ഇന്നലെ വരെ ദൈവശബ്ദം കേൾക്കുന്ന ഒരു മനുഷ്യൻ, ഇന്നലെ വരെ കർത്താവിന് വേണ്ടി ശക്തമായി ഉപയോഗിക്കപ്പെട്ട ഒരു മനുഷ്യൻ, ഇന്നലെ വരെ തൻ്റെ ജീവിതത്തിൽ ദൈവഹിതം വിട്ട് വലത്തോ ഇടത്തോ മാറാതെ ദൈവത്തിൻ്റെ പാതയിൽ തന്നെ നേർവഴിയിൽ കൂടെ പോകുന്ന മനുഷ്യൻ. എന്നാൽ ഇന്ന് അവൻ്റെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കുകയാണ്.
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നലെ വരെ നാം എങ്ങനെ ആയിരുന്നു എന്നല്ല ദൈവത്തിന് വിഷയം, ഇന്ന് നാം എങ്ങനെ ആയിരിക്കുന്നു എന്നതാണ്. ഇന്നലെ വരെ നാം ജീവിച്ച ജീവിതാനുഭവം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉടലെടുക്കുന്ന വിഷയങ്ങളും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാകുവാൻ പാടില്ല. ഇന്നലെ വരെ നാം ആരാധിച്ചതും ഇന്നലെ വരെ പ്രാർത്ഥിച്ചതും ഇന്നലെ വരെ ദൈവത്തിനു വേണ്ടി ഓടിയതുമെല്ലാം നല്ലതാണ്. എന്നാൽ ദൈവം നമ്മെ വിശ്വസിച്ച് ചില ഉത്തരവാദിത്തങ്ങൾ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ വീണ്ടും നാം ദൈവഹിതം ചെയ്യണം. എന്നെ കേൾക്കുന്ന ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവിൽ പ്രവചന ശബ്ദത്തിൽ ഒരു ദൂതായി കൈമാറട്ടെ. മരണം വരെ, ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ ദൈവ ഇഷ്ടം ചെയ്യുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുകയാണ്. നാം മരിക്കുന്നതുവരെ കർത്താവിൻ്റെ ഹിതം ചെയ്യുന്നവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നലെ വരെ ദൈവത്തോട് നടന്ന യോന, ഇന്നലെ വരെ ദൈവഹിതം ചെയ്തതായി യോനെ, കർത്താവ് ഇന്ന് പറയുകയാണ്, നീ നിനിവയിലേക്ക് പോകണം. നിനിവ എന്ന് പറഞ്ഞാൽ അസീരിയ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് നിനിവെ. എന്തുകൊണ്ട് ദൈവം നിനിവയിലേക്ക് യോനയെ അയക്കുന്നു? യോന എന്തുകൊണ്ട് പോകുവാൻ മടിക്കുന്നു? രണ്ട് കാരണങ്ങൾ പറയപ്പെടുന്നു. ഒന്ന്, ഈ അസൂര്യന്മാർ അല്ലെങ്കിൽ നിനിവയുടെ നിവാസികൾ എന്ന് പറയുന്നത് ദുഷ്ടന്മാരായിരുന്നു. അവർ കോപമുള്ള മനുഷ്യരായിരുന്നു. അവർ ആമേൻ ഹല്ലേലൂയ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ കൊല്ലുവാൻ മടിക്കാത്ത ജനമായിരുന്നു. എന്നാൽ യോനയുടെ ഇഷ്ടം നിനിവയല്ല, ദർശീഷായിരുന്നു. ദർശീഷ് എന്ന് പറയുന്നത് ഇന്ന് കാലഘട്ടത്തിൽ സ്പെയിൻ എന്ന് പറയുന്ന മനോഹരമായ ഒരു ദേശം. എല്ലാവർക്കും നല്ല ദേശത്തേക്ക് പോകുവാനാണ് ആഗ്രഹം. ഇന്ന് പ്രവചനം കേൾക്കുന്നവർക്കോട് UK ദൈവം നിന്നെ അയക്കുന്നു എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ഗ്ലോറി എന്ന് പറയും. അമേരിക്കയിലേക്കുള്ള വാതിൽ ദൈവം നിനക്ക് വേണ്ടി തുറക്കുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. കാനഡയ്ക്ക് വേണ്ടിയുള്ള വഴി ദൈവം നിനക്ക് വേണ്ടി തുറക്കുകയാണെന്ന് പറഞ്ഞാൽ ആത്മാവിൽ ആരാധിക്കും. എന്നാൽ ദൈവം നിന്നെ ഉഗാണ്ടയിലേക്ക് അയക്കുന്നു, ദൈവം നിന്നെ സിറിയയിലേക്ക് അയക്കുന്നു, പാകിസ്ഥാനിലേക്ക് അയക്കുന്നു എന്ന് പറഞ്ഞാൽ വേണ്ടാമെന്ന് പറയുന്നത് പോലെ തന്നെ ഇന്ന് കർത്താവ് യോനയോട് സംസാരിക്കുകയാണ്. നിന്നെ നിനിവയിലേക്ക് കർത്താവ് അയക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് ദൈവം അയക്കുമ്പോഴും പോകുവാനുള്ള ഒരു മനസ്സ് ദൈവം നമുക്ക് തരുമാറാകട്ടെ. ദൈവത്തിൻ്റെ ഹിതം ചെയ്യുവാനുള്ള ഇഷ്ടം, അതിനുള്ളതായ ഒരു ആഗ്രഹം ദൈവം നമുക്ക് നൽകുമാറാകട്ടെ. പലപ്പോഴും നമുക്കിഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് ദൈവം നമ്മെ അയക്കാറുണ്ട്. നമുക്കിഷ്ടമില്ലാത്തവരോട് സുവിശേഷം അറിയിക്കുവാൻ, നമുക്കിഷ്ടമില്ലാത്ത വീടുകളിലേക്ക് പോകുവാൻ, നമുക്കിഷ്ടമില്ലാത്ത പട്ടണങ്ങളിലേക്ക് പോകുവാൻ ദൈവം നമ്മെ നിർബന്ധിക്കാറുണ്ട്. ആ ദൈവഹിതം ഇന്നതെന്ന് മനസ്സിലാക്കത്തക്ക നിലയിലുള്ള മനസ്സ് ദൈവം നമുക്ക് നൽകണമേ. യോനയെ കുറ്റം പറയുന്നവരാണ് നാം എല്ലാവരും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ തെരഞ്ഞെടുപ്പ് നന്മയെ മാത്രമാണ്. നമുക്കിഷ്ടമില്ലാത്തതിനെ നാം ഉപേക്ഷിക്കുകയാണ്. ഇല്ല, ദൈവത്തിൻ്റെ പരിപൂർണമായ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയത്തക്ക നിലയിൽ മനസ്സ് പുതുക്കി രൂപാന്തരം ദൈവം നമുക്ക് നൽകുമാറാകട്ടെ. കുടുംബജീവിതത്തിൽ ദൈവം നമ്മെ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. അതോടൊപ്പം ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കുക. ഭാര്യ ഭർത്താവ് എന്ന ബന്ധം അല്ലെങ്കിൽ കുടുംബ പങ്കാളി, ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കുന്ന അനുഭവങ്ങൾ, മക്കളുടെ വിദ്യാഭ്യാസം, ജോലി, ഒരു ഭവനം പണിയുന്നതായ അനുഭവം, ആത്മീകമായ നിലയിലുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നത്, ജോലിക്ക് പോകുന്നത്, നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന ജീവിതത്തിൽ സകലത്തിലും ദൈവത്തിൻ്റെ ഹിതം യേശു പഠിപ്പിച്ചതായ പ്രാർത്ഥനയിൽ അങ്ങനെയാണ് കർത്താവ് പഠിപ്പിച്ചു കൊടുത്തത്. ദൈവമേ, അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അതേ, ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഇതായി തീരണം. കർത്താവേ, ഇന്ന് ഞാൻ അങ്ങയുടെ ഹിതം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ ഹിതമുള്ള വാക്കുകൾ മാത്രം സംസാരിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. അങ്ങയുടെ ഹിതമുള്ളവരെ മാത്രം കാണുവാൻ, അവരോട് മാത്രം സമ്പർക്കം പുലർത്തുവാൻ ദൈവം എന്നെ സഹായിക്കണമേ. അങ്ങയുടെ ഹിതമില്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ അനുവദിക്കരുത്. ദൈവ ഇഷ്ടം ചെയ്യുമ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ദിവസം തോറും നാം മുൻപോട്ട് പോകുമ്പോൾ നാം നിർത്തി ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ഞാൻ ചെയ്യുന്നത് ദൈവത്തിന് ഇഷ്ടമാണോ? ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സംസാരം വേണ്ട. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വ്യക്തികളുമായുള്ള സമ്പർക്കം വേണ്ട. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്കുള്ള യാത്ര നമുക്ക് വേണ്ട. നാം പോകുന്ന സ്ഥലത്തെല്ലാം
ദൈവം നമ്മോട് കൂടെ വരണം. മോശയുടെ പ്രാർത്ഥന ഇതായിരുന്നു, കർത്താവേ അങ്ങ് ഞങ്ങളോടൊപ്പം വരാതിരുന്നാൽ ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത്. അതിന് കർത്താവ് പറഞ്ഞു, എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെയുണ്ട്. ഇതാ ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ കർത്താവ് കള്ളു കുടിക്കുവാൻ പോകുന്നവരോടുണ്ടാകുമോ, സിനിമ കാണുവാൻ പോകുന്നവരോടുണ്ടാകുമോ, വെറിക്കുത്ത് ചെയ്യുവാൻ പോകുന്നവരോടുണ്ടാകുമോ, മറ്റുള്ളവരെ മോഷ്ടിക്കുവാൻ, മറ്റുള്ളവർക്ക് വിരോധമായി കള്ളസാക്ഷ്യം പറയുവാൻ പോകുന്നവരോടുകൂടെ ദൈവമുണ്ടാകുമോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പകൽക്കാലം നാം പോകുന്ന കാര്യങ്ങളിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടാകണം. ദൈവമില്ലാത്ത യാത്ര വേണ്ട, ദൈവമില്ലാത്ത കുടുംബജീവിതം വേണ്ട. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് യാത്ര ചെയ്യുന്ന ഒരു നല്ല അനുഭവം ദൈവം നമുക്ക് നൽകുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവഹിതം നാം ചെയ്യാതെ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പരാജയങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന 5-6 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറയാം. എപ്പോൾ നാം ദൈവഹിതം ചെയ്യാതെ, ദൈവ ഇഷ്ടമില്ലാത്ത, ദൈവം പറഞ്ഞതിന് വിപരീതമായ സ്ഥലത്തേക്ക് നാം പോകുമ്പോൾ we will lost the communication with God. ദൈവമായുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെടും. 2, ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടും. 3, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടും. 4, ദൈവത്തിൻ്റെ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ബന്ധം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പോൾ നാം യാത്ര ചെയ്യുന്ന പടകിൽ ഉലച്ചലുകൾ ഉണ്ടാകും. ആമേൻ. 5, ആമേൻ തിരമാലകൾ ജീവിതത്തിൽ ഉണ്ടാകും. 6, നമ്മെ കടലിൻ്റെ ആഴത്തിലേക്ക് ദൈവം വലിച്ചെറിയേണ്ടത് വരും. എല്ലാ മത്സ്യത്തിന് ദൈവം കൽപ്പിച്ചാൽ പോലും അതിൻ്റെ അകത്തേക്ക് പോകുന്നതായ കഠിനമായ ഇരുൾ നിറഞ്ഞ അനുഭവങ്ങൾ, അന്ധകാരം നിറഞ്ഞ അനുഭവങ്ങൾ. എന്തുകൊണ്ടാണ് ഇന്ന് ചിലരുടെ ജീവിതത്തിൽ കൂരിളിൻ്റെ അനുഭവങ്ങൾ? ഇന്ന് ആമേൻ പലരുടെയും ജീവിതത്തിൽ ദൈവശബ്ദം കേൾക്കുവാൻ കഴിയാത്ത അനുഭവങ്ങൾ. ഇന്നലകളിൽ ദൈവം സംസാരിച്ചതിന് അനുസരിക്കാതെ വന്നപ്പോൾ ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്നില്ല. ഇന്നലകളിൽ ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, എന്നാൽ ഇന്ന് ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയാത്ത അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരികയാണ്. യോനയെടുത്ത് കടലിലിട്ടതുപോലെ ദൈവഹിതം വിട്ടു പോകുന്നവരുടെ ജീവിതത്തിൽ കടലിൻ്റെ ആഴത്തിലേക്ക്, മത്സ്യത്തിൻ്റെ വയറ്റിലേക്ക്, കൂരിലിൻ്റെ അനുഭവത്തിലേക്ക് പോകേണ്ടത് കടന്നു വരികയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം വായിച്ച വചനം പ്രകാരം പറയുന്നു, ദൈവഹിതം ഇന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. കാരണം ഉയർത്തി ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? കർത്താവേ, എന്നെ കുറിച്ചുള്ള അങ്ങയുടെ ഹിതം എനിക്ക് വെളിപ്പെടുത്തി തരണമേ. ദൈവം പറയുന്നത് ചെയ്യുവാനുള്ള ശക്തി, ബലം എൻ്റെ ജീവിതത്തിൽ തരണമേ. ദൈവം കാണിക്കുന്ന പാതയിലേക്ക് യാത്ര ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. 2ാമത് മറ്റൊരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്താം. ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 2ാമത്തെ വാക്യം. അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനെ തന്നെ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ ഹോമയാഗം കഴിക്കായി എന്നരുളി ചെയ്തു. 100-ാമത്തെ വയസ്സിൽ ലഭിച്ച ഒരു സന്തതി, 25 വർഷം കാത്തിരുന്ന് ലഭിച്ച ഒരു സന്തതിയെ ദൈവം യാഗമായി അർപ്പിക്കുവാൻ പറയുകയാണ്. ഒരു യോനയോട് ദൈവം പറഞ്ഞപ്പോൾ അവൻ നിനിവയിലേക്ക് പോകുന്നതിന് പകരം ദർശീസിലേക്ക് പോയെങ്കിൽ ഇവിടെ ഒരു അബ്രഹാം എന്ന് പറയുന്ന പിതാവ്, വിശ്വാസികളുടെ പിതാവ്, ദൈവം പറഞ്ഞ കാര്യം പ്രതികൂലമായി തന്നെ ബാധിക്കുന്നതാണ്, തൻ്റെ ജീവിതത്തിൽ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. എങ്കിലും അത് ചെയ്യുവാൻ തന്നെ സമർപ്പിക്കുന്ന ഒരു കാഴ്ച നാം കാണുകയാണ്. കർത്താവ് പറയാണ്, നിന്റെ ഏകജാതനെ തന്നെ, നീ സ്നേഹിക്കുന്ന ഇസഹാക്കിനെ തന്നെ എനിക്ക് വേണ്ടി നീ ഹോമയാഗമായി അർപ്പിക്കണം. ഇവിടെ അബ്രഹാം ചെയ്ത 4 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറയാം. 1, അബ്രഹാം ദൈവഹിതം ചെയ്യുവാൻ, ദൈവ ഇഷ്ടം ചെയ്യുവാൻ അതികാലത്ത് എഴുന്നേറ്റു. 2, ദൈവഹിതം ചെയ്യുവാൻ തൻ്റെ കുടുംബത്തോടോ ഭാര്യയോടോ മക്കളോടോ ആലോചന അവൻ ചോദിച്ചില്ല. 4, അവൻ ദൈവഹിതത്തിന് വേണ്ടി തന്നെയും തൻ്റെ കുടുംബത്തെയും സമർപ്പിച്ചു. 4ാമത് അവൻ ദൈവം പറഞ്ഞ സ്ഥലം വരെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അബ്രഹാം യാത്ര ചെയ്യുവാൻ ഇറങ്ങി. അവൻ 4 കാര്യങ്ങൾ അബ്രഹാം ചെയ്തപ്പോൾ യഹോവ അവന് അനുകൂലമായി വെളിപ്പെട്ടു.
വെളിപ്പെട്ടു. ഈ പകൽക്കാല സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ദൈവം നമുക്ക് അനുകൂലമായി ഇറങ്ങി വരണമെങ്കിൽ നാം ദൈവ ഇഷ്ടം ചെയ്യണം. ദൈവ ഇഷ്ടം ചെയ്യുവാൻ നാം ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തു വച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അനുകൂലമായി ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരും. അബ്രഹാമും ഇസഹാക്കും യാത്ര ചെയ്യുവാനിടയായി. യാത്രയുടെ മധ്യേ ചോദ്യങ്ങൾ ഉണ്ടാകുന്നു. അപ്പ കത്തിയുണ്ട്, അപ്പ വിറകുണ്ട്, അപ്പ തീയുണ്ട്, യാഗത്തിന് വേണ്ടിയുള്ള യാഗവസ്തു എവിടെ? ഹൃദയം തകർക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് വരുന്ന ചോദ്യങ്ങളാണ്. എന്നാൽ അതിൻ്റെ മുൻപിൽ നിരുത്സാഹപ്പെടാതെ, അതിന് മുൻപിൽ സംശയത്തിൻ്റെ വാക്കുകൾ പറയാതെ, യഹോവ കരുതിക്കൊള്ളുമെന്നുള്ള വിശ്വാസത്തിൻ്റെ വാക്കുകളുമായി ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ ചെയ്യണം. ആരെയൊക്കെയോ ദൈവം വടക്കേ ഇന്ത്യയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുകയാണ്. ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് നിങ്ങൾ യാത്ര പുറപ്പെട്ടാൽ ദൈവം നിങ്ങളുടെ കൂടെ യഹോവ ഇരയായി ഉണ്ടാകും. കുടുംബ ജീവിതത്തിൽ തകർന്ന അനുഭവത്തിലാണോ ഈ പകൽക്കാലം സന്ദേശം കേൾക്കുന്നത്? ആമേ, വിവാഹ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, ശുശ്രൂഷയുടെ മണ്ഡലത്തിൽ, അല്ല കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ, ജോലി സ്ഥലത്ത് ഏതോ പ്രതികൂലത്തിൻ്റെ നടുവിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതമാണോ താങ്കൾ? ഈ പകൽക്കാലം സന്ദേശം കേൾക്കുമ്പോൾ അബ്രഹാം ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവത്തിൻ്റെ വാക്കിനനുസരിച്ചതുപോലെ ദൈവശബ്ദം കേട്ട് അനുസരിച്ചാൽ താങ്കളുടെ സ്ഥിതി ഇന്ന് ആമേൻ പരുപരുങ്കലായിരിക്കാം, കഷ്ടതയുടെ നടുവിലായിരിക്കാം, വേദനയുടെ നടുവിലായിരിക്കാം. എന്നാൽ ഒരു ദിവസം ആനന്ദത്തിൻ്റെ ദിവസമുണ്ട്. അവൻ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നവനല്ല. ദൈവഹിതം ചെയ്യുന്ന ഓരോ ജീവിതത്തോടും ദൈവം കൂടെ ഉണ്ടാകും, ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടാകും. ഹല്ലേലൂയ. നമുക്ക് മുൻപായി യഹോവ കടന്നുപോയി ദുർഘടങ്ങളെ തിരപ്പാക്കും, താമര വാതിലുകളെ ഉടച്ച് ഇരുമ്പ് ഓടാമ്പലുകളെ തകർത്ത് മറവിടങ്ങളിലെ ഗുപ്തനിധികളെ ദൈവം നമ്മുടെ കരങ്ങളിലേക്ക് എടുത്തു തരും. ഈ പകൽക്കാലം ശക്തമായ ദൈവ സാന്നിധ്യത്തെ ഞാൻ അനുഭവിക്കുകയാണ്. ആരോടൊക്കെയോ വളരെ വ്യക്തമായി വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. മടങ്ങി വരിക സഹോദരനെ, മടങ്ങി വരിക മാതാവേ, ആദിമ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക, ദൈവികമായ പദ്ധതിയിലേക്ക് മടങ്ങി വരിക. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെ നീ മനസ്സിലാക്കണം. നിന്നോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ ഒന്ന് ഹല്ലേലൂയ ഉറപ്പിച്ചുകൊണ്ട് നിന്നോട് പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. നീ എഴുന്നേറ്റ് നിനിവേലേക്ക് പോയാൽ നീ മുഖാന്തരം വലിയ ഒരു ഉണർവ് ആ പട്ടണത്തിൽ ഉണ്ടാകുവാൻ പോകുകയാണ്. താങ്കൾ മുഖാന്തരമായി ദേശങ്ങളെ ചലിക്കുന്ന ഒരു അഭിഷേകം വെളിപ്പെടും. താങ്കളിലൂടെ ദേശങ്ങളിൽ പലർ മാനസാന്തരത്തിലേക്ക് കടന്നു വരും. ചില കുടുംബങ്ങൾ രക്ഷയിലേക്ക് കടന്നു വരും. നാം കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്നവരായല്ല, ദൈവഹിതം മറന്ന് ദർശീസിലേക്ക് യാത്ര ചെയ്യുന്നവരായല്ല. ഒരു അബ്രഹാം പിതാവിനെ പോലെ കുടുംബമായി ദൈവ ഇഷ്ടം ചെയ്യുവാൻ നാം യാത്ര പുറപ്പെട്ടാൽ ഈ മലയിൽ നിന്ന് കയറി കടന്നു വരുമ്പോൾ തന്നെ, ദൈവശബ്ദം കേട്ട് പടിപടിയായി കയറി വരുമ്പോൾ തന്നെ നാം അറിയാത്ത ഭാഗത്ത് നമുക്ക് വേണ്ടിയുള്ള നന്മ ദൈവം കൊണ്ടുവരികയാണ്. നമുക്ക് വേണ്ടിയുള്ള വഴികളെ ദൈവം തുറക്കുകയാണ്. ചില തലമുറകൾക്ക് വേണ്ടിയുള്ള വഴികൾ ഈ പകൽക്കാലം ദൈവം തുറക്കുകയാണ്. ചിലരുടെ വിവാഹത്തിൻ്റെ തടസ്സങ്ങളെ ദൈവം മാറ്റുകയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ തടസ്സങ്ങളെ ദൈവം മാറ്റുകയാണ്. ജോലി സ്ഥലങ്ങളിൽ നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഠിനമായ പ്രയാസങ്ങളെ എൻ്റെ ദൈവം മാറ്റുകയാണ്. ഇരുമ്പ് ഓടാമ്പലുകൾ യേശുവിൻ്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ. കാരാഗ്രഹത്തിൽ പോലും ദൈവഹിതം ചെയ്ത വിശുദ്ധന്മാർ, ഹല്ലേലൂയ, രോഗത്തിൻ്റെ അവസ്ഥയിൽ പോലും ദൈവത്തിൻ്റെ ഹിതം ചെയ്തതായ വിശുദ്ധന്മാർ, ഹല്ലേലൂയ, വാളിൻ്റെ മൂർച്ച കൂട്ടിയപ്പോൾ ദൈവഹിതം ചെയ്തവർ, തീയുടെ കാഠിന്യം കൂടിയപ്പോഴും ദൈവത്തിൻ്റെ ഹിതം ചെയ്തവർ. ഈ പകൽക്കാലം പ്രാർത്ഥിക്കാമോ? കർത്താവേ, അങ്ങയുടെ ഹിതം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. കർത്താവ് യേശുവിനെ കുറിച്ച് ഒന്ന് രണ്ട് ചിന്തകൾ ഞാൻ വേഗത്തിൽ പറയാം. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 36-ാമത് വാക്യം. അബ്ബാ പിതാവേ, നിനക്ക് എല്ലാം കഴിയും, നിനക്ക് എല്ലാം കഴിയും. ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല, നീ ഇച്ഛിക്കുന്നതത്രേ ആകട്ടെ. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ അവസാന സമയത്തുള്ള പ്രാർത്ഥനയാണ്. അപ്പാ പിതാവേ, ഈ പാനപാത്രം, അതായത് ഈ ക്രൂശീകരണം, യേശു ഈ ലോകത്തിൽ വന്നത് തന്നെ ക്രൂശിൽ മരിക്കുവാൻ വേണ്ടിയാണ്. അനേകർക്ക് വേണ്ടി
പ്രായച്ചിത്തമായി, പരിഹാരയാഗമായി, പാപത്തിനു വേണ്ടി, ശാപത്തിനു വേണ്ടി, നമ്മുടെ സമാധാനത്തിനു വേണ്ടി യാഗമായി മാറുവാനാണ് ലോകത്തിൽ യേശു വന്നത്. പാപികളെ രക്ഷിക്കുവാൻ ക്രിസ്തു യേശു ലോകത്തിൽ വന്നു. എന്നാൽ ആ ക്രൂശീകരണത്തിന് മുൻപ് തന്നെ കഠിനമായ വേദന യേശു അനുഭവിക്കുവാൻ തുടങ്ങി. മുഴുവൻ ലോകത്തിൻ്റെയും പാപഭാരം തൻ്റെ മേൽ കടന്നു വന്നപ്പോൾ യേശു പ്രാർത്ഥിക്കുകയാണ്, അപ്പാ പിതാവേ, ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങുവാൻ കഴിയുമെങ്കിൽ നീങ്ങട്ടെ. ദൈവമേ, അങ്ങക്ക് എല്ലാം കഴിയുമെന്ന് ഞാൻ അറിയുന്നു, എല്ലാം കഴിയുമെന്നറിയുന്നു. എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം. യേശു തന്നെ പൂർണ്ണമായി സമർപ്പിക്കുകയാണ് ദൈവഹിതത്തിന് വേണ്ടി. തന്നെ കൊണ്ട് സഹിക്കുവാൻ കഴിയാവുന്നതിലും അധികം വേദന, തന്നെ കൊണ്ട് താങ്ങുന്നതിലും അധികം ഭാരം തൻ്റെ മേൽ കടന്നു വന്നപ്പോൾ യേശു പ്രാർത്ഥിച്ചിട്ട് അവിടെ വിട്ട് ഓടിപ്പോയില്ല, ഒഴിഞ്ഞു മാറിയില്ല. ദൈവഹിതത്തിന് വേണ്ടി തന്നെ സമർപ്പിച്ചു. തുടർന്നുള്ള വേദഭാഗങ്ങൾ നാം വായിച്ചാൽ ആ ഗത്സമനെ പൂങ്കാവനത്തിൽ, ആ ഒലിവമലയിൽ ദൈവത്തിന് ദൂതന്മാർ ഇറങ്ങി വന്നു. പത്രോസിന് യേശുവിനെ സഹായിക്കുവാൻ കഴിഞ്ഞില്ല, യോഹന്നാന് യേശുവിനെ സഹായിക്കുവാൻ കഴിഞ്ഞില്ല, യാക്കോബിന് യേശുവിനെ സഹായിക്കുവാൻ കഴിഞ്ഞില്ല. ഒറ്റ സ്നേഹിതന്മാരായി കൂടെ ഇരുന്ന ശിഷ്യന്മാർക്കോ ഈ ലോകത്തിലെ ആർക്കും യേശുവിനെ സഹായിക്കുവാൻ കഴിയാതെ എല്ലാവരും ഓടിപ്പോയപ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് യേശുവിനെ ശക്തിപ്പെടുത്തി. ഈ പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവിൽ താങ്കളോട് പറയുന്ന സന്ദേശം എത്ര പേർക്ക് മനസ്സിലാക്കുവാൻ കഴിയും? ഈ ലോകത്തിൽ കഷ്ടതയുണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവഹിതം ചെയ്യുന്നത് അത്ര ഈസിയായ സംഭവമല്ല. എന്നാൽ ദൈവഹിതത്തിന് വേണ്ടി നാം ഓരോ സ്റ്റെപ്പ് മുൻപോട്ട് വച്ച് പോകുമ്പോൾ ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് നമ്മെ ശക്തീകരിക്കും. യേശു ഈ ലോകത്തിൽ ദൈവഹിതം ചെയ്തു. ആ ദൈവഹിതം ചെയ്തതുകൊണ്ട് ഇന്ന് നാം രക്ഷയിലേക്ക് കടന്നു വരുന്നു. മാനവരാശിയുടെ രക്ഷയ്ക്കായി യേശു കാൽവരി ക്രൂസിൽ തകർക്കപ്പെട്ടു. അതെ, യേശുവിൻ്റെ മരണം ദൈവത്തിൻ്റെ ഹിതത്തെ നമുക്ക് വെളിപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, റോമാലേഖനം 12:2 ദൈവ ഇഷ്ടം ഇന്നതെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഈ പകൽക്കാലം ഇരിക്കുന്ന സ്ഥലങ്ങളിൽ കരകൾ ഉയർത്തി ഒരു വാക്ക് പ്രവർത്തിക്കാമോ? കഥാവേ, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം, എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവഹിതം, എൻ്റെ ശുശ്രൂഷയെക്കുറിച്ചുള്ള ദൈവഹിതം ഞാൻ മനസ്സിലാക്കുവാൻ, അത് ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കും. ഒരിക്കൽ നാം ദൈവഹിതം ചെയ്തവരാണ്, ദൈവ ഇഷ്ടം ചെയ്തവരാണ്. ഇന്ന് നാം ചെയ്യുന്ന പ്രവർത്തികൾ ദൈവത്തിന് ഇഷ്ടമുള്ളതാണോ? അല്ല എങ്കിൽ വീണ്ടും ഒന്ന് ദൈവത്തിലേക്ക് വരിക, ദൈവത്തിലേക്ക് വരിക. എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം? സ്നാനപ്പെടുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അല്ല, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്നതും ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ഓരോ ദിവസവും ദൈവഹിതം ചെയ്ത് നമ്മുടെ യാത്ര മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം രോഗിയായി കിടക്കുന്ന ദൈവം ഇഷ്ടമില്ല, നാം കടഭാരത്തിൽ കിടക്കുന്ന ദൈവം ഇഷ്ടമില്ല, നാം തകർന്ന് കിടക്കുന്ന ദൈവം ഇഷ്ടമില്ല. എല്ലാവരും നന്മ പ്രാപിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടം, എല്ലാവരും അനുഗ്രഹം പ്രാപിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടം. നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം, അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും അനുഗ്രഹിച്ച ദൈവം സകല സമ്പത്താലും സകല നന്മയാലും സകല അനുഗ്രഹങ്ങളാലും നമ്മയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽക്കാലം ദൈവസത്തം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗിയെ സൗഖ്യമാകട്ടെ. അബ്രഹാമിന് വേണ്ടി ആട്ടുകൊറ്റനെ കരുതിയതുപോലെ യഹോവ ഈരയാം ദൈവം വെളിപ്പെടണം. ഒരു യോന, ആമേൻ, ഹല്ലേലൂയ, ദൈവ ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് പോയത് കൊണ്ട് അപകടത്തിൽപ്പെട്ട് മീനിൻ്റെ വയറ്റിൽ ചെന്ന് മടങ്ങി വന്നതുപോലെ ഇന്ന് പകൽക്കാലം സന്ദേശം കേൾക്കുന്ന ചിലരെല്ലാം മടങ്ങി വന്ന് ദൈവഹിതം ചെയ്യുവാൻ, ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ അവരെ ശക്തീകരിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഓരോ ജീവിതങ്ങളെയും അനുഗ്രഹിക്കുന്നു. നന്മയ്ക്കായി ഒരു അടയാളം ചെയ്താട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. തകർന്ന കുടുംബങ്ങളെ പണിയണം, തകർന്ന വ്യക്തി ജീവിതങ്ങളെ പണിയണം. നന്മ വെളിപ്പെടട്ടെ. യേശുവിൻ്റെ ധന്യനാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവിധമായ നന്മകളാലും, സ്വർഗീയ നന്മകൾ, ഭൗതിക നന്മകൾ, ജീവിതത്തിനുള്ള സകല അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.